എൻ്റെ പേര് ബൈജു എന്നാണ്. ഞാനൊരു ചെറിയ ബിസിനസ് നടത്തുന്ന ഒരാളാണ്. 2 കുട്ടികളുടെ അച്ഛനാണ്. എനിക്ക് വളരെ ആദ്യമായി ഇത്തരം ഒരു സംവാദം സംഘടിപ്പിച്ച അതിൽ പങ്കെടുത്ത നിങ്ങളെയും ആദ്യമായി നമിക്കുന്നു. പിന്നെ എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുള്ള നേരത്തെ നന്ദകുമാർ സൂചിപ്പിച്ച കാര്യമാണ്, നമ്മൾ അധ്യാപകരെയാണ് ആദ്യം വിശ്വാസത്തിലെടുക്കേണ്ടത്. ഇപ്പം എന്നോട് വളരെ വിഷമമായിട്ടൊരു അധ്യാപകൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായി. അതായത് ഈ കുട്ടികളിൽ 1098 എന്നൊരു നമ്പറുണ്ട്, ചൈൽഡ് അബ്യൂസിനുള്ള നമ്പറാണത്. ഒരു കുട്ടി ചോദിച്ചു എന്നാണ് പറയണത് അധ്യാപകൻ്റെ അടുത്ത്, മാഷ അധികം വേണ്ട, ഞാൻ 1098 വിളിക്കട്ടോ എന്ന്. ഒന്നാലോചിച്ച് നോക്കൂ. അപ്പം ആ അധ്യാപകന് പിന്നെ അവിടെ എന്താ വിലയുള്ളത്? അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വമല്ലേ നോക്കുക. ഈ ജോലി കൊണ്ട് അദ്ദേഹത്തിനും കുടുംബം കഴിയേണ്ടതല്ലേ? എന്തെങ്കിലും ആ കുട്ടിയോട് പിന്നെ മറുത്ത് എന്തെങ്കിലും പറയുമോ അദ്ദേഹം? അപ്പം നമ്മുടെ നിയമവ്യവസ്ഥിതിയല്ലേ ഇതിനൊക്കെ ഒരു സഹായം ചെയ്യണേ ഒരു പരിധി വരെ. അതിനോടുള്ളൊരു അഭിപ്രായം അറിഞ്ഞാൽ തിരക്കില്ല. ഞാനിങ്ങനെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട്. ഏതായാലും ഒന്ന്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും 2 രീതിയിൽ ചിന്തിക്കേണ്ട ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും സൗകര്യങ്ങൾ കിട്ടുമ്പോൾ മനുഷ്യൻ്റെ ഒരു സ്വഭാവം, പ്രത്യേകിച്ച് മലയാളികളുടെ സ്വഭാവം, എങ്ങനെ അത് വക്രീകരിച്ച് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ദൂഷ്യഫലങ്ങൾ ഇങ്ങനെയുള്ള നിയമങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. അതേപോലെ അതിൻ്റെ ഗുണപരമായിട്ടുള്ള വശങ്ങളും നമ്മൾ കാണാതെ ഇരുന്നുകൂടാ. അപ്പോൾ നിയമപരമായിട്ട് പറയാൻ, ആ നിയമത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സാധുതയെ പറ്റിയിട്ടോ പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഒരു സത്ത എടുത്തിട്ട് പറയുകയാണെങ്കിൽ, ടീച്ചർ ആദ്യം ചോദിച്ച അതിലൊരു കാര്യമാണ് എനിക്ക് മനസ്സിൽ പെട്ടെന്ന് തോന്നിയത്. നാമം ജപിക്കാൻ നമ്മൾ പറഞ്ഞാൽ വേറൊരു രീതിയിലേക്ക് പോകും എന്നുള്ളത്. തീർച്ചയായിട്ടും അത് നമ്മൾ അങ്ങനെയുള്ളൊരു കാര്യത്തെ അഭിമുഖീകരിക്കേണ്ട, അല്ലെങ്കിൽ അതിനെ നമ്മൾ കാണേണ്ടത്, നമ്മളൊരു നാമം കൊടുത്താൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. അവർക്ക് ചുറ്റുപാടുന്ന ഒരു നാമം തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഉപദേശങ്ങൾ അല്ലെങ്കിൽ കുട്ടികളെ നന്നാക്കുക എന്നൊക്കെയുള്ള പരിപാടികൾ ചെരുപ്പിനനുസരിച്ച് നമ്മുടെ കാല് മുറിക്കണത് മാതിരിയാണ്. ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പെട്ടെന്ന് തോന്നിയ കാര്യമാണ്, എത്രത്തോളം അതിൻ്റെ സാധുതയുണ്ടെന്ന് പറയാനും അത് കാലം ചെല്ലുമ്പോഴാണല്ലോ അതിൻ്റെ ഗുണവും ദോഷവും നമ്മളറിയാം. ചുറ്റുപാടുകൾ എന്ത് ചെയ്യുക? നിരീക്ഷിക്കാൻ അവരെ പഠിപ്പിക്കുക. ചുറ്റും നിരീക്ഷിക്കുക, ഒന്നും പറയാണ്ട്. അത് ചെയ്യുക, ഇത് ചെയ്യാമെന്നൊന്നും പറയാണ്ട് ചുറ്റും നിരീക്ഷിക്കാൻ പഠിപ്പിക്കുക. വൈകുന്നേരങ്ങളിൽ അവരോട് മനസ്സ് തുറന്ന് നമ്മൾ സംസാരിക്കാൻ പഠിപ്പിക്കുക. നമ്മളാദ്യം നമ്മളെ പഠിപ്പിക്കുക. അതാണ് കുട്ടികളെ നമ്മളെന്ത് ചെയ്യും? മനസ്സ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മളവരെ പ്രേരിപ്പിക്കും, ചവിട്ടി തുറക്കും. നമ്മുടെ മനസ്സ് നമ്മൾ തുറക്കാറുണ്ടോ? ആദ്യം നമ്മൾ മനസ്സ് തുറക്കുക. അപ്പം മെല്ലെ കുട്ടികളും എന്ത് ചെയ്യും? ആ താഴ് തുറക്കും. പിന്നെ മറ്റൊന്ന്, ചുറ്റുമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച്, നടക്കണ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് ചുറ്റുമുള്ളവരോട് സംസാരിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. കൂട്ടുകാരോട് സംസാരിക്കാൻ, മനസ്സ് തുറന്ന് സംസാരിക്കാൻ, നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ. ഇതൊക്കെ അത് ചെയ്യൂ എന്നല്ല, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ നമ്മൾ പോലും അറിയാതെ, അവർ പോലും അറിയാതെ അവരെന്ത് ചെയ്യും? ഇത് ചെയ്തു തുടങ്ങും. ഒരു പൂ വിരിയണത് നോക്കി, അതിൻ്റെ ഇതളുകൾ വിടർന്ന് വരണത് നോക്കി, അവസാനം അത് കൊഴിഞ്ഞില്ലാണ്ടാവണത് വരെ നോക്കി നിൽക്കണ കുട്ടിക്ക് മനസ്സിലാകും ഇത്രയേ ഉള്ളൂ ഈ കാണുന്ന സമയത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കും. ചുറ്റും നിരീക്ഷിക്കണ ഒരാൾ നല്ല ഈ സൃഷ്ടിയും സ്ഥിതിയും സംഹാരമൊക്കെ ഒരിതള് വിരിയണത് മാതിരിയാണ് എന്നുള്ള ധാരണയിലെത്തും. ഈ ധാരണയാണ് നമ്മുടെ ആചാര്യന്മാർ കാലങ്ങളായിട്ട് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ക്ഷേമരാജൻ, ആ ആചാര്യൻ, പ്രത്യഭിജ്ഞാന ഹൃദയത്തിൻ്റെ 2ാമത്തെ സൂത്രത്തിൽ പറയുന്നുണ്ട് പ്രപഞ്ചം എങ്ങനെയാണ് രൂപം കൊണ്ടിട്ടുള്ളതെന്ന്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആ ചിതി അഥവാ ആ ചൈതന്യം സ്വേച്ഛയാ തന്നിൽ തന്നെ സ്വയം ഇതളു വിരിക്കണു. ആലോചിച്ച് നോക്ക്, എത്ര മനോഹരമായിട്ടത് പറഞ്ഞിട്ടുള്ളത്.
ഒരു പൂവിതള് വിരിക്കണത് മാതിരി സ്വയം തന്നിൽ തന്നെ ഇതള് വിരിഞ്ഞു വരണ ഒരു പ്രതിഭാസം. അതിൻ്റെ ഒക്കെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. ഈ വിരിഞ്ഞ ഇതള് അതേപോലെ തിരിച്ചു മടങ്ങുകയും ചെയ്യും. ആ ബോധ്യം ഉൾക്കൊള്ളണവൻ എല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിക്കും, സ്വയം പഠിക്കും. നമ്മൾ ആദ്യം ചെയ്യണ പരിപാടി അവരെ കൊണ്ട് ആ ഗ്ലാസ് കമഴ്ത്തി ഒപ്പിക്കും. ആദ്യം ചെയ്യണ പരിപാടി. എന്നിട്ട് നമ്മൾ വെള്ളമൊഴിക്കും. എന്നിട്ട് നമ്മൾ തന്നെ ചോദിക്കുന്നത് എന്താണെന്ന് അറിയാത്തത്. രസകരമായിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു എൻ്റെ മനസ്സ് തോന്നുന്ന കാര്യമാണ്. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ആദ്യം ചുറ്റുപാടുകളെ നിരീക്ഷിക്കാൻ അവരെ പഠിപ്പിക്കുക. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ചുറ്റുമുള്ള മനുഷ്യരെ, ചുറ്റുമുള്ള ജീവജാലങ്ങളെ ഒക്കെ നിരീക്ഷിക്കാൻ പഠിപ്പിക്കുക. മുൻവിധികളില്ലാണ്ട് ഒരു കാര്യത്തെ കാണാൻ പഠിപ്പിക്കുക. നന്നായിട്ട് കാണാൻ പഠിപ്പിക്കുക. ഇന്ന് അമ്പലത്തിൽ ചെന്നാലും നമ്മൾ എന്ത് ചെയ്യാനുള്ള കാണുന്നില്ല. ബിംബത്തിൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ആ ദേവൻ്റെ മുന്നിലെത്തുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യണ പരിപാടി കൈകൂപ്പി കണ്ണങ്ങോട്ട് അടക്കും. ആലോചിച്ച് നോക്കുക. കൺകുളിർക്ക ആദ്യം കാണുക. കൺകുളിർക്ക കാണുക. ആദ്യത്തെ പ്രസാദം സന്തോഷം. പ്രസാദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ സന്തോഷമാണ്. ക്ഷേത്രത്തിൽ വരുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താ? ആ ബിംബത്തെ നമ്മൾ, ആ ദേവനെ, ബിംബല്ല ആ ദേവനെ നമ്മൾ കൺകുളിർക്ക കാണുമ്പോഴാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് കണ്ണുകൾ. കണ്ടനുഭവിച്ച് ആ ആനന്ദത്തെ നുകരാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കണ്ണുകൾ. ആ ആനന്ദം അനുഭവിക്കാൻ അവരെ നമ്മൾ അനുവദിക്കുമ്പോൾ എല്ലാം എന്ത് ചെയ്യും? ആ പാതയിൽ അവർ വരും. പക്ഷേ ആ പാതയിൽ അവർ കയറി നോക്കുമ്പോൾ നമ്മളെ കാണണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആ പാതയിൽ നടക്കുക. അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ തുടക്കത്തിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വളർന്നു വന്ന് അവർ ഈ സമൂഹമൊക്കെ ആയിട്ട് കൂട്ടി ഇടപഴകി ഇതിൻ്റെ ഏറ്റവും ദൂഷ്യഫലങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഏറ്റവും നമുക്ക് നിയന്ത്രണമില്ലാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിലപിക്കുന്നതിനേക്കാളും ഏറ്റവും നന്നായിരിക്കും ചെറിയ പ്രായത്തിൽ നമ്മുടെ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കുക. ഇനി പുറത്തൊന്നും കൊണ്ടുപോയിട്ട് കാഴ്ചകളൊന്നും കാണിക്കാനില്ലെങ്കിൽ, ഇപ്പോൾ ഇവിടെ നോക്കിയാലും ഫ്ലാറ്റുകളാണ്, കോൺക്രീറ്റ് മാത്രമേ കാണിക്കാൻ പറ്റൂ. ഇപ്പോൾ വലിയ ചോദ്യമാണ്, എന്താ കാണിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമെൻറ്റ് കുഴക്കണത് കാണിച്ചു കൊടുക്കാം, കോൺക്രീറ്റ് കാണിച്ചു കൊടുക്കാൻ വേറൊന്നും ഇല്ല കേട്ടോ. നമ്മളെപ്പോഴും ഉപായം പറയുന്ന ആൾക്കാരാണ്. കാണിച്ചു കൊടുക്കുകയും വേണ്ട, മനസ്സ് തുറന്ന് നമ്മൾ സംസാരിക്കും. അവരോട് 5 മിനിറ്റ്, കൂടുതലും വേണ്ട, 5 മിനിറ്റ് മനസ്സ് തുറന്ന് സംസാരിക്കുക. സംസാരിക്കുക എന്നുള്ളതിനേക്കാളും ആ മുന്നേ പറഞ്ഞ വിശേഷണത്തിനാണ് പ്രാധാന്യം. മനസ്സ് തുറക്കുക. നമ്മൾ എന്ത് ചെയ്യരുത്? അവരെയും വഞ്ചിക്കരുത്, നമ്മളെയും വഞ്ചിക്കരുത്. അപ്പോൾ എല്ലാവരും തുറക്കും. നമ്മൾ ഏത് വഴിയാണോ കാണിച്ചത്, ഒരുപാട് വഴികളിൽ നമ്മൾ തിരഞ്ഞെടുത്ത വഴി ഇതാണ്, പക്ഷേ ഇത് കൂടാണ്ടും അനേകം വഴികളുണ്ട് എന്ന് അവരുടെ മുന്നിലൊരു ധാരണ വെക്കുമ്പോൾ അവരതിൽ കേട്ട കാര്യങ്ങളും കണ്ട കാര്യങ്ങളും അതിനെ അരിച്ചരിച്ചരിച്ചരിച്ചരിച്ച് ഏറ്റവും നല്ലതിനെ സ്വാംശീകരിച്ച് സ്വയം നല്ല വഴി തിരഞ്ഞെടുക്കും. അതിനാദ്യം നമ്മൾ മനസ്സ് തുറക്കുക.